ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുതാപഹൃദയത്തോടെ വിനയപൂർവം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്കുള്ള സൗജന്യദാനമാണ് പാപക്ഷമ. ഈ വലിയ സത്യം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ പരീശന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിലൂടെ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി. കർത്താവിൻ്റെ ഉപമയിലെ പരീശൻ സമൂഹത്തിലെ വളരെ ആദരണീയനായ വ്യക്തിയായിരുന്നു. ചുങ്കക്കാരൻ യഹൂദന്മാർ വെറുക്കുന്നവനും ആയിരുന്നു. പക്ഷേ പരീശൻ പള്ളിയിൽ വന്നതുപോലെ തന്നെ തിരിച്ചുപോയി. ചുങ്കക്കാരൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി. അവരുടെ ദൈവത്തോടുള്ള സമീപനത്തിലെ വ്യത്യാസമാണ് ദൈവത്തിൽ നിന്നും വ്യത്യസ്തമായ പ്രതികരണങ്ങൾക്ക് കാരണമായത്. പാപക്ഷമ ലഭിക്കുവാൻ ദൈവത്തോടുള്ള സമീപനം എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ഈ ഉപമയിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. സ്ഥാനവും പദവിയും എന്തൊക്കെയാണെങ്കിലും സമ്പൂർണ്ണ വിനയത്തോടെ വേണം എല്ലാവരും ദൈവമുമ്പാകെ വരുവാൻ എന്നതാണ് ഒന്നാമത്തെ ആത്മീയ മർമ്മം. പരീശൻ സ്വയനീതീകരണത്തോടെ ആയിരുന്നു അതിവിശുദ്ധ സ്ഥലത്തോട് ചേർന്ന് നിന്നത്. സ്വന്തം ഉപവാസത്തിൻ്റെയും ദശാംശത്തിൻ്റെയും ആത്മീയ നിഷ്ഠകളുടെയും ചാരിറ്റിയുടെയും മതത്തിലെ തൻ്റെ ഔദ്യോഗിക പദവികളുടെയും ടൈറ്റലിൻ്റെയും തിയോളജി ജ്ഞാനത്തിൻ്റെയുമൊക്കെ ക്രെഡൻഷ്യൽ അവൻ ദൈവത്തോട് വിസ്തരിച്ചു പറഞ്ഞു. വാസ്തവത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം അവൻ സ്വയം മഹത്വപ്പെടുത്തുകയായിരുന്നു. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു എന്ന ആത്മീയ മർമ്മം ഇദ്ദേഹം മറന്നുകളഞ്ഞു. ചുങ്കക്കാരൻ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തു നിന്നും വളരെ അകലെ മാറിയാണ് നിന്നത്. സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും ഭയപ്പെട്ട് മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവന് യാതൊരു അവകാശവാദവും പറയുവാനില്ലായിരുന്നു. ഞാനൊരു പാപിയാണ്, കരുണ തോന്നണമേ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. അഹങ്കാരവും സ്വയനീതീകരണവും നിറഞ്ഞ ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നും നിറയ്ക്കാനില്ല. എന്നാൽ ശൂന്യമായ നുറുങ്ങിയ വിനയമുള്ള ഹൃദയങ്ങളിൽ ദൈവം പാപക്ഷമയും കരുണയും കൊണ്ട് നിറയ്ക്കും. ഹ്യൂമിലിറ്റി ഈസ് ദ ഡോർവേ ടു ഫോർഗീവ്നെസ് എന്ന ഒരു വിശുദ്ധൻ്റെ കാഴ്ചപ്പാട് എത്ര ശ്രേഷ്ഠമാണല്ലേ. പരീശൻ സ്വയം നീതിമാനാണെന്ന് ദൈവമുമ്പാകെ പ്രഖ്യാപിക്കുകയായിരുന്നു. പരീശന്റെ സെൽഫ് ഗ്ലോറിഫിക്കേഷൻ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വെളിപാട് പുസ്തകത്തിലെ കർത്താവിൻ്റെ വാക്കുകളാണ്. 3-ാം അധ്യായം 17-ാം വാക്യം. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാനൊരു പാപരോഗിയാണെന്ന് ചുങ്കക്കാരൻ ഏറ്റുപറഞ്ഞു.
അവനെ സ്വർഗീയ വൈദ്യൻ സുഖപ്പെടുത്തി. രോഗിയായിരിക്കെ എനിക്ക് രോഗമൊന്നുമില്ല, ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്ന രോഗിയെ ചികിത്സിക്കുവാനും സുഖപ്പെടുത്തുവാനും ഒരു ഡോക്ടർക്കും കഴിയില്ല. ലോകത്തിലെ 800 കോടി ജനങ്ങളിൽ പാപിയല്ലാത്തവർ ആരുമില്ല, ഒരാൾ പോലുമില്ല. അതുകൊണ്ട് സ്വയനീതീകരണത്തിന് പകരം അനുതാപത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവമുമ്പാകെ വരുവാനാണ് ഈ നോമ്പ് കാലങ്ങളിൽ സഭ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നത്. സത്യാനുതാപത്തോടെ ദൈവത്തെ സമീപിക്കണമെന്നതാണ് ഈ ഉപമയുടെ രണ്ടാമത്തെ ആത്മീയ മർമ്മം. ഒറ്റവാചക പ്രാർത്ഥനയായിരുന്നു ചുങ്കക്കാരൻ്റേത്. ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ചുങ്കക്കാരൻ്റെ വാക്കുകളിൽ സ്വയനീതീകരണമില്ല, ന്യായീകരണമില്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലുമില്ല. 1 യോഹന്നാൻ 1-ാം അധ്യായം. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. കർത്താവെ, ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട് എന്ന് ലാഘവമായി പറയുന്നതല്ല. കർത്താവെ, ഞാൻ പാപിയാണ്, എന്നോട് കരുണ കാണിക്കണം, അങ്ങല്ലാതെ എനിക്ക് മറ്റൊരാശ്രയവുമില്ല എന്ന് അനുതാപ ദുഃഖത്തോടെ പറയുന്നതാണ് യഥാർത്ഥ കുമ്പസാരം. ഉള്ളം ഉള്ളതുപോലെ അറിയുന്ന ദൈവമുമ്പാകെ സത്യസന്ധമായി ഹൃദയം തുറക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പാപക്ഷമയും കരുണയും കൃപയും ഹൃദയങ്ങളിലേക്ക് സമർത്ഥമായി ഒഴുകും. ദൈവം നാഥാൻ പ്രവാചകനിലൂടെ വിരൽ ചൂണ്ടി ആ മനുഷ്യൻ നീ തന്നെ എന്ന് കൽപ്പിച്ചപ്പോൾ ഹിസ് മജസ്റ്റി ദാവീദ് രാജാവ് സറണ്ടർ ചെയ്തു, പൂർണ്ണമായും കീഴടങ്ങി. 51-ാം സങ്കീർത്തനം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അതിക്രമങ്ങൾ കർത്താവേ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിമാനാണ്, അങ്ങയുടെ വിധി കുറ്റമറ്റതാണ്. രാജാവെന്ന പദവിയിൽ നിന്നും താഴെ ഇറങ്ങി ദാവീദ് പശ്ചാത്തപിച്ച് കുറ്റം ഏറ്റുപറഞ്ഞു. ദൈവം അവന് പാപക്ഷമ നൽകി യഥാസ്ഥാനപ്പെടുത്തി. അനുതപിക്കാത്തതും ഏറ്റുപറയാത്തതുമായ പാപം ആത്മാവിലെ മാരക വിഷമാണ്. അത് മനസ്സാക്ഷിയെ വ്രണപ്പെടുത്തും. ആന്തരിക സമാധാനം പ്രതിസന്ധിയിലാകും. ബന്ധങ്ങളിൽ ഇടർച്ചയുണ്ടാക്കും. ദൈവത്തിൽ നിന്നും അകറ്റും. നമ്മുടെ പ്രവൃത്തികളിൽ അഹങ്കരിക്കാതെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പാപക്ഷമയ്ക്കായി ദൈവസന്നിധിയിൽ ചെല്ലണം എന്നതാണ് 3-ാമത്തെ ആത്മീയ മർമ്മം. ആഴ്ചയിലെ 2 ദിവസത്തെ ഉപവാസം, ദശാംശ സമർപ്പണം, ധാർമ്മിക ജീവിതം, ചാരിറ്റി, പബ്ലിക് റെസ്പെക്റ്റ്, മീഡിയ റേറ്റിംഗ് തുടങ്ങിയ തൻ്റെ നേട്ടങ്ങളിൽ
മനസ്സ് വല്ലാതെ ഉറച്ചു പോയതുകൊണ്ട് ദൈവമുമ്പാകെ ചെന്നപ്പോൾ പരീശപ്രമാണിക്ക് തെല്ലും കുറ്റബോധം തോന്നിയില്ല. ഞാൻ വലിയൊരാളല്ലേ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അയാൾ ചെയ്തതൊക്കെ വാസ്തവത്തിൽ നല്ല കാര്യങ്ങളാണ്. പക്ഷേ പാപക്ഷമ നേടാൻ അതൊന്നും മതിയായതല്ല. ഗലാത്യലേഖനം 6:3. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു. 1 കൊരിന്ത്യർ 4:7. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിലൂടെ നമുക്ക് നേടിത്തന്ന സമുന്നത ദാനമാണ് പാപക്ഷമ. പണവും പദവിയും കൊണ്ട് നേടുവാൻ കഴിയുന്നതല്ല പാപക്ഷമ. എഫേസ്യർ 2:8-9. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ചുങ്കക്കാരന് ദൈവത്തിൻ്റെ മുമ്പിൽ അവകാശവാദങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല. അവൻ ദൈവത്തിൻ്റെ കരുണയിൽ മാത്രമാണ് ആശ്രയിച്ചത്. പാപച്ചുഴിയിൽ മുങ്ങിത്താഴുന്ന തന്നെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അവൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു. നോമ്പും ഉപവാസവും പ്രാർത്ഥനകളും നിത്യരക്ഷ നേടിയെടുക്കുവാനുള്ള ഉപാധികളല്ല. പിന്നെന്താണ്? കർത്താവിൻ്റെ കരുണയ്ക്കായി, മാനസാന്തരത്തിനായി ഹൃദയത്തെ വിനയപ്പെടുത്തുവാനും ഒരുക്കുവാനുമുള്ള ആത്മീയ സമീപനങ്ങളാണ്. അവസാനമായി പാപക്ഷമ നൽകുമ്പോൾ പാപത്തിൽ നിന്നും അകന്ന് ജീവിക്കണമെന്നുള്ള ഒരു അനുബന്ധ കൽപ്പനയും ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പാപിനിക്ക് പാപക്ഷമ നൽകിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 8:11, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്, ഇനിമേൽ പാപം ചെയ്യരുത്. യഥാർത്ഥ കൺഫെഷൻ പാപം ചെയ്തു എന്ന് ദൈവ മുമ്പാകെ സമ്മതിക്കൽ മാത്രമല്ല, ആസക്തിയും സ്വഭാവവുമായി പോയ പാപങ്ങളിൽ നിന്നുള്ള പിന്മാറ്റവും ജീവിതശൈലിയിലെ തിരുത്തിയെഴുതലും പുതിയ വഴി തിരഞ്ഞെടുക്കലുമാണ്. കൊലോസ്യലേഖനം 3-ാം. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന എന്ന ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. ക്രിസ്തു ഈ ഉപമ അവസാനിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയോടെയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ പരീശനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും,
തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അനുതപിക്കുമ്പോൾ അടിവരയിട്ട് നമ്മൾ ഓർക്കേണ്ട അടിസ്ഥാന മർമ്മം ഇതാണ്: തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പാപക്ഷമ ലഭിക്കുവാനും ദൈവത്താൽ നീതീകരിക്കപ്പെടുവാനും ഇടയാക്കിയ ചുങ്കക്കാരൻ്റെ 5 അനുതാപ സമീപനങ്ങൾ തീർച്ചയായും നമുക്കും അനുകരണീയമാണ്. വിനയം, യഥാർത്ഥ അനുതാപം, സത്യസന്ധമായ കൺഫെഷൻ, ദൈവത്തിൻ്റെ കരുണയിലുള്ള ആശ്രയം, ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന. ചുങ്കക്കാരൻ്റെ അനുതാപ പ്രാർത്ഥനയുമായി നമുക്ക് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ദൈവം മുമ്പാകെ കടന്നു ചെല്ലാം. കർത്താവേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് വിനയപൂർവം പറയാം. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി പാപമരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഈ വർഷത്തെ ഉയർപ്പ് പെരുന്നാളിൻ്റെ സന്തോഷം അനുഭവിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.